ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തത 2 തിമോത്തിയോസ് 2:13 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിക്കും, ചിലപ്പം ചില കാര്യത്തിനകത്ത് ഡിലേ വരുമ്പോൾ, തടസ്സം വരുമ്പോഴൊക്കെ. പക്ഷെ വചനം പറയുകയാണ്, ദൈവം വിശ്വസ്തനാണ്. നിന്നെ കരുതുന്ന, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്നവൻ, ഉറക്കമില്ലാത്തവൻ, സദാ ജാഗരൂകതയോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടുന്ന ആ നല്ല പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അത്ഭുതകരമായ ഉത്തരങ്ങൾ അവിടുന്ന് നമ്മൾക്ക് വേണ്ടി അയക്കും. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വചനം 2 പത്രോസ് 1 അതിൻ്റെ 3 വാക്യം. ഹല്ലേലൂയ. 2 മുതൽ വായിക്കാവേ. ദൈവത്തെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. പലപ്പോഴും നമുക്ക് ആൻസൈറ്റിയാണ്, ഇന്ന് ആ കാര്യം നടക്കുമോ, നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്ത് അത് ഇന്ന് വരുമോ, ഇന്ന് നടക്കുമോ, പല കാര്യങ്ങൾ എപ്പോഴാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മളോട് പറയുകയാണ്, ദൈവത്തെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ജീവനോടെ അവൻ നിലകൊള്ളുന്നു. ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് പിശാചിൻ്റെ ക്ലെയിമുകളെ മുഴുവൻ തകർത്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു വന്നിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ജോബിൻ്റെ ലൈഫിനെ ക്ലെയിം ചെയ്തുകൊണ്ട് സാത്താൻ, നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ പിശാച് സാത്താൻ ദൈവസമക്ഷം കയറി നിന്ന് ജോബിൻ്റെ ജീവിതത്തിനെതിരെ വാദിക്കുന്ന കാണുന്നുണ്ട്. ഇന്ന് അവൻ അവിടെ നിൽക്കാൻ റൈറ്റില്ല. പിശാചിന് അവിടെ നിൽക്കാൻ റൈറ്റില്ല. നിനക്കെതിരെ ക്ലെയിം ഉയർത്താൻ റൈറ്റില്ല. കാരണം എന്താ? ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് സ്വന്തം രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിലൂടെ നമ്മൾ കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ടു. 2 കൊരിന്തോസ് 5:21 നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനായ യേശു നിനക്കും എനിക്കും വേണ്ടി പാപമായി തീർന്നപ്പോൾ ക്രൂശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം സാത്താന് എൻ്റെ മേലും നിൻ്റെ മേലുമുള്ള എല്ലാ ക്ലെയിമുകളെയും യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തിയിൽ, യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തിയിൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ പാപമറിയാത്തവൻ നിനക്കും എനിക്കും വേണ്ടി പാപമായി തീർന്ന് നിനക്കെതിരെയും എനിക്കെതിരെയുമുള്ള സാത്താൻ്റെ സകല ക്ലെയിമുകളെയും ക്രൂശിൽ തകർത്തെറിഞ്ഞുകൊണ്ട് ഇനി അവന് നിന്റെ മേൽ ഈ ഭൂമിയിൽ അവകാശം വാദം ഉന്നയിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ തിരുരക്തം നിനക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്. ആ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ നിനക്കും എനിക്കും എതിരായ സകല കയ്യെഴുത്തുകളെയും കുരിശിൽ അവൻ നിഷ്കാസനം ചെയ്തു, അവൻ മായ്ച്ചു കളഞ്ഞു. കൊളോസോസ് 2:14-15 പിശാചിൻ്റെ ക്ലെയിമുകളെല്ലാം കുരിശിലെ കർത്താവിൻ്റെ പരിഹാര ബലിയുടെ മായ്ച്ചു കളഞ്ഞു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുക, ബിലീവ് ഇൻ ദാറ്റ്, ബിലീവ് ഇൻ ഹിസ് ഫിനിഷ്ഡ് വർക്ക്. യേശു ക്രൂശിൽ പൂർത്തീകരിച്ച ആ പൂർത്തീകരണ പ്രവൃത്തിയിൽ, കർത്താവിൻ്റെ പരിഹാര ബലിയിൽ, പരിശുദ്ധമായ ബലിയിൽ പരിപൂർണമായി നീ വിശ്വസിക്കുക. ദാറ്റ് ഈസ് എ സെൻട്രൽ പോയിന്റ്. നീ മനുഷ്യൻ്റെ അഡ്വൈസല്ല, അവരിവരും പറയുന്നതിലല്ല. ബിലീവ് ഇൻ വാട്ട് ഹീ ഡിഡ് ഫോർ യു ഓൺ ദ ക്രോസ്. ഹല്ലേലൂയ. ധ്യാന ഗുരുക്കന്മാർ, ഈ കാലഘട്ടത്തിലുള്ള കൗൺസിലർമാർ, ഈ പറഞ്ഞ സകല ആൾക്കാരും, മനുഷ്യർ ഓരോ ജനറേഷനിൽ ഇങ്ങനെ നമ്മൾ മനുഷ്യരെ തപ്പിപ്പോവും. അതൊക്കെ മനുഷ്യൻ്റെ പവറിനെല്ലാം ലിമിറ്റഡ് ആണ്. എന്നാൽ ദൈവത്തിൻ്റെ പവർ അൺലിമിറ്റഡ് ആണ്. ആ പവർ നിനക്ക് വേണ്ടി വരുന്നത് കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലൂടെയാണ്. ദാറ്റ് വിൽ സ്റ്റാൻഡ് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്. ഇതാരെങ്കിലും ഉപയോഗിച്ച് ദൈവം ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം വെൻ യു ട്രസ്റ്റ് ഇൻ ഹിസ് അൺവേവറിങ് ഫെയ്ത്ത്ഫുൾനെസ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തയെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അത്ഭുതങ്ങളും എല്ലാം കടന്നു വരികയാണ്. നിനക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ട സകല അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും ദൈവം ക്രൂശിൽ ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. അതൊരു വിത്തായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എഫെസോസ് ലേഖനം 5:20 എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇന്നൊരു കാര്യം നടക്കാനുണ്ടെങ്കിൽ, പിതാവേ, അതിനകത്ത് അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി, അവിടുന്ന് ഇടപെട്ടതിനായി നന്ദി, അവിടുത്തെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞതിനായി നന്ദി. ഇതിനുവേണ്ടി പൈസ ഒന്നും കൊടുക്കണം, നന്ദി പറഞ്ഞാൽ മതി. കർത്താവ് ക്രൂശിൽ അതിനുവേണ്ടി വില കൊടുത്തു കഴിഞ്ഞു. 2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പം എവിടുന്ന് ഈ ദൈവശക്തി കടന്നു വരുന്നത്?
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുന്നത് യേശു ക്രൂശിൽ പരിഹാര ബലിയായി തീർന്നതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയിലേക്ക് കടന്നു വരുന്നത്. അതിന് മുമ്പ് വന്നോ? ഇല്ല. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് കടന്നു വന്ന പരിശുദ്ധാത്മാവിലൂടെ, ദൈവത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ആത്മാവ് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്രമിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. നമ്മളെല്ലാവരും പലപ്പോഴും മാനുഷികമായ ചില കാര്യങ്ങൾ താമസം വരുമ്പോൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടും. എങ്ങനെയാവും നമ്മൾ കുറേ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. ശരിയാണ്, നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നമ്മൾ ഒരുമിച്ചുള്ള ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ ആശ്രയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ ബ്രദർ പ്രാർത്ഥിച്ചു, ആ വചനപ്രഘോഷകൻ പ്രാർത്ഥിച്ചു, ആ വൈദികൻ പ്രാർത്ഥിച്ചു, അയാൾ പ്രാർത്ഥിച്ചു, ഇയാൾ പ്രാർത്ഥിച്ചു എന്നുള്ള അതിൽ നിന്ന് പരിശുദ്ധാത്മാവിലേക്കും ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച യേശു ക്രിസ്തുവിലും ആകണമെന്ന് പിതാവാം ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ത്രിയേക ദൈവത്തിൻ്റെ യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിൻ്റെ യൂണിറ്റിയിലേക്ക് കടന്നു വരണം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ആ യൂണിറ്റിക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ കൃപയാണ്, സമാധാനമാണ്, അത്ഭുതമാണ്, നിറവാണ്. അതാണ് വചനത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ദൈവം സാത്താനുമായിട്ട് യുദ്ധത്തിനൊളിക്കുക. സാത്താനുമായിട്ടുള്ള യുദ്ധമൊക്കെ ക്രൂശിലെ പരിഹാര ബലിയിൽ സാത്താനെ ആയുധവർഗം വെപ്പിച്ച് പരാജയപ്പെടുത്തി. ദൈവം സ്വർഗത്തിൽ അവൻ രാജാതിരാജനായി വാഴുകയാണ്. ഇന്ന് പിശാചിന് അങ്ങോട്ട് കയറി ചെല്ലാനോ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പോലത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. അവൻ്റെ അവസാനം തീപ്പൊയ്കയാണ്, ലേക്ക് ഓഫ് ഫയറാണ്. അതിനും ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ ഇൻ ബിറ്റ്വീൻ ഓഫ് ദിസ് ടൈമിൽ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ഈ ഭൂമിയിൽ പ്രസംഗിച്ച് ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ, അതായത് നമ്മൾ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഈ ഭൂമിയുടെ പ്രതലത്തിൽ, ഈ ഭൂമിയുടെ തലത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ട കൃപായുഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ, ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവത്തിന് അടയാളങ്ങൾ സംഭവിക്കും, ദൈവത്തിന് വീര്യപ്രവർത്തികൾ സംഭവിക്കും. ഹല്ലേലൂയ. ഒരു 15 വർഷം മുമ്പ് നമുക്കിതുപോലെ ഓൺലൈനിൽ കൂടെ വചനം പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്ന് ദൈവം ഇതെല്ലാം ഒരുക്കിയേക്കുവാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും ദൈവം ചെയ്യുന്ന ഇപ്പോൾ ഈ ഓൺലൈൻ ശുശ്രൂഷകളൊക്കെ ഒരു 50 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ 1980s നടന്ന ഈ ടെൻറ്റ് ക്രൂസൈഡുകൾ, ഈ നമ്മുടെ അമേരിക്ക തുടങ്ങി പിന്നെ നമ്മുടെ നാട്ടിലും വന്നിട്ടുള്ള ഈ ഗോസ്പൽ കൺവെൻഷനുകളുണ്ടല്ലോ, ആ സംഭവങ്ങൾ ആദ്യമൊക്കെ ആൾക്കാർക്ക് എതിർപ്പായിരുന്നു. പിന്നീട് അത് പറഞ്ഞു, അയ്യോ ദൈവപ്രവർത്തിയാന്ന് പറഞ്ഞു. ഇന്ന് ഈ പ്രസംഗിക്കുന്ന മെസ്സേജുകളെല്ലാം ഒരു 30 വർഷം 40 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയും, അയ്യോ അത് ഭയങ്കര ദൈവവചനത്തിന് ആഴങ്ങളാന്ന് പറയും. ആദ്യം കേൾക്കും, ഇത് ഉള്ളിലോട്ട് റിസീവ് ചെയ്യത്തില്ല. അപ്പം ഇന്ന് ദൈവവചനം നൽകുന്ന ഈ വെളിപാടിനെ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ, ദൈവം നിങ്ങളെ വിളിച്ചു. ഗോഡ് ഹാസ് കോൾഡ് യു. എങ്ങോട്ടാണ് വിളിച്ചേ? തൻ്റെ മഹത്വത്തിലേക്ക്, ടു ഹിസ് ഗ്ലോറി. പറഞ്ഞേ, ദൈവമഹത്വത്തിലേക്ക് അവിടെ നിന്ന് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഒരു കല്യാണത്തിന് നിങ്ങളെ വിളിക്കുമ്പോൾ ഒരാൾ വന്ന് ക്ഷണിച്ചെങ്കിൽ, ആ ക്ഷണിച്ച കല്യാണത്തിന് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്താ, നമ്മുടെ ധൈര്യം എന്താ? ആ കല്യാണത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആളുടെ കല്യാണത്തിന് നിങ്ങൾ പോകുമ്പോൾ അയാളോ അയാളുടെ ഫാമിലിയിലുള്ള ആരോ ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളെ ക്ഷണിച്ചു. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. ആ ക്ഷണം ലഭിച്ചു. ഇവിടെ നിങ്ങൾക്കുള്ള ക്ഷണം എന്താ? തൻ്റെ മഹത്വത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അപ്പം നമുക്കൊരു പ്രാർത്ഥനാ നിയോഗം ഇന്നുണ്ടെങ്കിൽ ദൈവം വിളിക്കുകയാണ്. പ്രാർത്ഥനാ നിയോഗമൊക്കെ ദൈവം നടത്തി തരും. അതൊക്കെ അത്ഭുതം സംഭവിക്കും. തൻ്റെ മഹത്വത്തിലേക്ക്, നമ്മുടെ പിടുത്തം അതിൽ നിന്ന് വിട്ടിട്ട് തൻ്റെ മഹത്വത്തിലേക്ക് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ക്ഷണം സ്വീകരിച്ച് ആ മഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. പിശാചിൻ്റെ പരിപാടി എന്നാ? ഈ ഭൂമിയിൽ ഇപ്പം മനുഷ്യൻ്റെ മനസ്സിനെ അവനെ ഒന്ന് ഒരു കാര്യത്തിൽ കൊണ്ട് കുടുക്കിയിടാൻ നോക്കും. അതേ ഇപ്പം അവന് ചെയ്യാൻ പറ്റും. അവന് നമുക്കൊരു സംഭവം കാണിച്ചു തന്നിട്ട്, ചിലപ്പോൾ ഒരു ജോലി മേഖലയാകാം, അല്ലെങ്കിൽ ഒരു പേപ്പർ കിട്ടേണ്ടതാകാം, എന്തെങ്കിലും കാര്യത്തിനകത്ത് നമ്മളെ അതിനെ നമ്മളങ്ങ് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ പിശാച് നോക്കും. എന്നിട്ട് നമ്മളെ ലിമിറ്റ്, നമ്മുടെ ഉള്ളിലെ ദൈവം നൽകുന്ന ആ പവറിനെയും വിളിയെയും അതിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ പിശാച് നോക്കുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുക. എങ്ങോട്ടാ? തൻ്റെ മഹത്വത്തിലേക്ക്. ആ മഹത്വത്തിൻ്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ നിറയപ്പെടുമ്പോൾ, അതായത് നിങ്ങൾ ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്തുനിന്ന് കണ്ണുകളെടുത്ത് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്ന് കർത്താവിൽ നിറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ വിഷയം നമ്മുടെ പുറകെ വരും. അതായത് നമ്മളിലേക്ക് അനുഗ്രഹം വന്നു തരും. അതാ യേശു പറഞ്ഞത്, ആദ്യമേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. നമ്മൾ അതിൻ്റെ പുറകെ ചേസ് ചെയ്യാൻ വേണ്ടി പോവുക. മാനുഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മുടെ ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സംഭവങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ഒരു മനുഷ്യനിടേണ്ട ഒരു സിഗ്നേച്ചർ ആയിരിക്കും, ഒരു മാനേജർ ഇടേണ്ട ഒരു സിഗ്നേച്ചർ ആയിരിക്കും,
ബാങ്കിലോ ജോലിയിലോ എവിടെയെങ്കിലും ഒക്കെ ഒരാളൊരു സിഗ്നേച്ചർ ഇട്ടൊരു കാര്യം അപ്രൂവ് ആണെന്ന് പറഞ്ഞ് തരേണ്ടതായിരിക്കും. നമ്മൾ ആ വ്യക്തിയിലേക്ക് പോകരുത്. ആ വ്യക്തിയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ബട്ട് നമ്മുടെ സോഴ്സ് എവിടെയാണ്? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച, നമ്മെ വിളിച്ചവ, തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ വിളിച്ചവനായ ദൈവമാണ് നമ്മുടെ സോഴ്സ്. പറഞ്ഞേ, എന്നെ തൻ്റെ മഹത്വത്തിലേക്ക് വിളിച്ച ദൈവമാണ് നമ്മുടെ സോഴ്സ്. ഈ ഭൂമിയിൽ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ സോഴ്സാണ് നമ്മുടെ നിത്യമായ അടിസ്ഥാനം. പക്ഷേ ഇപ്പം നമുക്ക് നാളത്തെ വിഷയം, നാളത്തെ കഴിഞ്ഞത്തെ വിഷയം, വീട്ടിലെ കാര്യം, മക്കളുടെ കാര്യം, മറ്റ് 100 കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സോഴ്സ് ആരാ? നമുക്കോ നിത്യമായി നിലനിൽക്കുന്ന സോഴ്സ് 100 വർഷം എന്ന് പറയുന്നത് 36,500 ദിവസമാണ്. ഒരു 100 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയാണ്? അല്ലെങ്കിൽ 200 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ നിത്യമായ സോഴ്സ് ആരാ? എൻ്റെ നിത്യമായ സോഴ്സ് ആരാ? ഈ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച ദൈവമാണ് നമ്മുടെ റിയൽ സോഴ്സ്. ആ സോഴ്സിലേക്ക് ഇന്ന് ഈവനിങ്ങിൽ കടന്നുപോയി. ഇന്ന് വൈകിട്ട് ഈ ഭാരപ്പെട്ടിരിക്കുന്ന ആ ഭാരത്തിനകത്തു നിന്ന് ഭാരമൊക്കെ കർത്താവിലേക്ക് ഇറക്കി വെച്ച് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇന്ന് ദൈവശക്തി നിങ്ങളിൽ നിറയുവാൻ തുടങ്ങുക. ആ ദൈവശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുക. അതിനുവേണ്ട വില മുഴുവൻ ക്രൂശിൽ യേശു കൊടുത്തു, പരിശുദ്ധാത്മാവിന് ഉള്ളിൽ തന്നു. Now we are here to receive the power of the Holy Spirit. ഇന്ന് ഞാനിത് പറയുമ്പോൾ എനിക്കും ഇന്ന് വ്യക്തിപരമായ 1-2 കാര്യങ്ങൾ, ഞങ്ങളുടെ ഇവിടെ ഒരു പ്രോഗ്രാമിന് ഒരു സെൻറ്റർ, അതിൻ്റെ ഒരു അപ്രൂവൽ കിട്ടേണ്ട കാര്യത്തിനായിട്ട് 10 ദിവസം മുമ്പ് ഒരു കാര്യം ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു HR-ൻ്റെ മാനേജറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സാലറിയുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സംഭവമാണ്, അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പം അതിനെ ചൊല്ലി ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇന്ന് ഈ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ വിളിച്ച വിളി എൻ്റെ മഹത്വത്തിലേക്കുള്ള വിളിയാണ്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്കും ഇന്ന് ഭാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം കാണും. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും എന്തെങ്കിലും ഒരു ഭാരപ്പെടുത്തുന്ന വിഷയമുണ്ടെങ്കിൽ ഇന്ന് ആ വിഷയമല്ല, അതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ച ദൈവമുണ്ട്. പറഞ്ഞേ, ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി ഇടപെടുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. അവൻ അത്ഭുതം ചെയ്തിരിക്കും നിശ്ചയം. ആ അത്ഭുതത്തിനായി ഞാൻ നന്ദി പറയുന്നു. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഒരു നിമിഷം ഒന്ന് ആരാധിച്ച്, യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്തേ. ആ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. എന്നിട്ട് ആ വിഷയം നമ്മൾ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, അതിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ എൻ്റെ വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ വിഷയത്തിലും എൻ്റെ വിഷയത്തിലും നമ്മുടെ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ആരാ? അത്ഭുതം പ്രവർത്തിക്കുന്ന ആരാ? നമ്മുടെ ദൈവം. ഇന്ന് നമ്മുടെ നടുവിൽ നമ്മുടെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഉണ്ടാകുമായിരിക്കും എന്നല്ല, ഉണ്ടായിരിക്കും. ഐ വിൽ ബി ദെയർ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്ന 2 പേർ ഐക്യമത്യപ്പെട്ട് ആവശ്യപ്പെടുന്നത് നടന്നിരിക്കും. അപ്പം ഈ 2 പേർ ഐക്യമത്യപ്പെടുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ജഡത്തിലുള്ള ആ ഒരു തലത്തിലുള്ള ഐക്യമല്ല, ആത്മാവിൽ, സ്പിരിറ്റ് മാനിലുള്ള ഒരു ഐക്യമാണ്. ഈശോയിലൂടെ, യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന 2 ആത്മാക്കൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെടുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് ആവശ്യമായവയെല്ലാം പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് ആവശ്യമായവയെല്ലാം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് ആ ദൈവത്തിൻ്റെ ശക്തി, ഈ വചനത്തിൽ നമ്മൾ കാണുന്ന ആ ദൈവശക്തി നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുന്ന നിമിഷം വിശ്വസിച്ചേ. ഈശോയുടെ ശക്തി ഇന്ന് നമ്മുടെ നടുവിലൂടെ അതിശക്തമായി വ്യാപരിക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർത്തുകൊണ്ട് ഈശോയുടെ വചനം, യേശുവിൻ്റെ വചനം, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യെശയ്യാ 45:2, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ഗോയിങ് ബിഫോർ യു ആൻഡ് വിൽ ലെവലിംഗ് ഓൾ ദ മൗണ്ടൻസ്. ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും. മലകളെ നിരപ്പാക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം വെളിപ്പെടട്ടെ. മലകളെ നിരപ്പാക്കുന്ന ദൈവത്തിൻ്റെ വലിയ പവർ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കട്ടെ. മലകളെ നിരപ്പാക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടട്ടെ. ഈ നിമിഷം, ഇപ്പോൾ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം, മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമതലമാകട്ടെ.
ഹല്ലേലൂയ. മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അത് സമതലമാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പിതാവിന്റെ ശക്തി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ശക്തി, ഈ ദൈവത്തിൻ്റെ പവർ, ഇത് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പവർ, ഇത് ഈ ഭൂമിയുടെ പ്രതലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് ദൈവം കൊടുത്ത വലിയ വില. ആ വിലയ്ക്ക് മുമ്പിൽ സാത്താൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സാത്താന് വാസ്തവത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും വലിയ സംഭവം യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ്. അവിടെയാണ് സാത്താൻ്റെ അവൻ്റെ വേര് പറഞ്ഞു. അവന് മനുഷ്യൻ്റെ മേൽ ക്ലെയിം ഇടുന്ന വേരിനെ കർത്താവ് തൻ്റെ പരിഹാര ബലിയിലൂടെ പറിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയെ, കർത്താവിൻ്റെ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ, അതിനെ അവിശ്വസിച്ച് തള്ളിപ്പറഞ്ഞ് ഡയറക്റ്റായിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ച് പ്രാർത്ഥിക്കാൻ നോക്കിയാലും അവിടെയൊക്കെ ഒരു ലിമിറ്റുണ്ട്. ദൈവശക്തി വരുന്നതിനും പ്രാർത്ഥനയ്ക്കൊക്കെ ശക്തിയുണ്ട്. ഏത് വിഭാഗത്തിലാണെങ്കിലും മനുഷ്യർ എങ്ങനെയൊക്കെ കിടന്ന് മലന്ന് നിവർന്നു നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പക്ഷേ ദ എമൗണ്ട് ഓഫ് ഗോഡ്സ് പവർ, ദൈവശക്തി കടന്നു വരുന്നതിന് വാസ്തവത്തിൽ അതിന് ഏറ്റവും അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ, ദൈവത്തിൻ്റെ പവർ ആർക്ക് വേണ്ടിയാണ് കടന്നു വരുന്നത്? നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. അത് വിശ്വസിക്കുമ്പോൾ ക്രൂശിലെ പരിഹാര ബലിയിലൂടെ ഒരു മനുഷ്യൻ്റെ ആത്മാവ് സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. സിമ്പിളാണ്, ഏത് മനുഷ്യനും വിശ്വസിക്കാം. ആ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് കടന്നു വരികയാണ്. കാരണം പിതാവ് പിന്നെ നമ്മളെ കാണുന്നത് പുത്രനായ യേശുവായിട്ടാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ നീതിയായിട്ടാണ്, ദൈവത്തിൻ്റെ നീതിയായിട്ടാണ്. അങ്ങനെ തന്നെയല്ലേ വചനത്തിൽ നമ്മൾ കാണുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5-ാം 20-ാം വാക്യം. ആ 18 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവിടെ പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിന് 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഞാനെന്നുള്ള ബോധ്യത്തിൽ, നീ എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് ഭയപ്പെടുകയാണ്. നിങ്ങൾ ഒരു പോലീസുകാരെന്ന് വെച്ചോ, ഒരു പോലീസിനെ ഒരു മനുഷ്യൻ പോലീസ് യൂണിഫോമിൽ കാണുമ്പോഴാണ് മനുഷ്യർക്ക് ഒരു ഇതുണ്ട്. പോലീസ് യൂണിഫോമിൽ ഒരാൾ വണ്ടിക്ക് കൈ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മനുഷ്യന്, ആ യൂണിഫോമിന് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കും. അയാൾ നോർമൽ ക്ലോത്ത്സിലാണെങ്കിൽ നമ്മൾ ഈ മനുഷ്യൻ സാധാരണ മനുഷ്യൻ, നമുക്ക് ആരാന്ന് പോലും അറിയാം, അല്ലേ? എന്നാൽ ആ ഒരു വ്യക്തി, അയാളുടെ പേരോ ഒന്നും അറിയാൻ അല്ലെങ്കിൽ പോലീസ് യൂണിഫോം കാണുമ്പം നമ്മൾ ഡിഗ്നിറ്റി, അതിനൊരു വാല്യൂ കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് സ്പിരിറ്റ് തലത്തിൽ വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട്. അത് സാത്താൻ ആ വ്യക്തിയെ കാണുമ്പോൾ ഭയപ്പെടും. വിശ്വസിക്കണം, യേശു ക്രിസ്തുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടതാണ്, യേശുവിൻ്റെ രക്തം, ഡോണ്ട് ടേക്ക് ഇറ്റ് ഗ്രാൻറ്റഡ്. ഇതെല്ലാം നമുക്ക് ദൈവം ദാനമായി നൽകുമ്പോൾ നമ്മൾ ഇതെല്ലാം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഗ്രാൻറ്റഡ് അങ്ങനെ നമ്മൾ പോലെ. വി ഹാവ് ടു ഹംബിൾ. അവിടെയാണ് ദൈവസമക്ഷം നമ്മൾ ഹംബിൾ ആകുമ്പോഴാണ് ഇതിൻ്റെ പവർ ആക്ടിവേറ്റ് ആവും, ഇതിൻ്റെ ശക്തി ആക്ടിവേറ്റ് ആവും. അപ്പം നമ്മൾ എത്രമാത്രം എളിമപ്പെടുന്നോ അത്രമാത്രം ദൈവശക്തി നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ഇത് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കും. എളിമ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ എളിമ എന്നുള്ള ഫാക്ടറാണ് ബൈബിളിൽ പിന്നെ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ പൗലോസയെ പഠിപ്പിക്കുക, ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇസ്രായേലിന് ആ മനോഭാവം ഇല്ലായിരുന്നു. ഇസ്രായേൽ ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കുറേ അറിവുണ്ട്, ഞങ്ങൾ വലിയ പ്രാർത്ഥനാക്കാരാന്ന് പറഞ്ഞ് അവരുടെ ജഡം പൊങ്ങി നിന്നപ്പോൾ ദൈവത്തിന് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായം പ്രത്യേകമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന. അവർ രക്ഷിക്കപ്പെടണം, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്, പക്ഷെ ശരിയായ അറിവിലല്ലെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ദൈവത്തെക്കുറിച്ച് കുറേ അറിഞ്ഞു കഴിയുമ്പോൾ ജഡത്തിലൊരു തീഷ്ണത വരിക, ഞങ്ങളെന്തോ മറ്റുള്ളവരെക്കാളും ബെറ്ററാണ്. അവിടെയാണ് ഡേഞ്ചർ. ആ ദിശയിലേക്ക് പോവുകയായിരുന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് സംഭവിക്കുന്ന പോലെ ക്ലാഷുകളും പ്രശ്നങ്ങളും അടികളും ബഹളങ്ങളും ഒക്കെയാണ് ഇസ്രായേലിൽ നടക്കുന്ന, അറിയാമല്ലോ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം തന്നെയല്ലേ. പക്ഷേ അപ്പസ്തലൻ പഠിപ്പിക്കണം, ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെപ്പോൾ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ രൂപം സാദൃശ്യം സ്വീകരിച്ച് ദൈവം കടന്നു വന്നു. അവൻ തന്നെ ശൂന്യനാക്കി അനുസരണമുള്ളവനായി അവസാനം വരെ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എല്ലാ നാമത്തിലും ഉപരിയായ നാമം അവന് നൽകപ്പെട്ടു. ഇതാണ് പുതിയ നിയമത്തിൻ്റെ തത്വം. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. ഇന്ന് നിന്നെയും എന്നെയും അവൻ നീതീകരിച്ചു. ഇനി എളിമപ്പെട്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും.
അത്ഭുതകരമായ കരം നമ്മളെ ഉയർത്തും. ഇല്ലെങ്കിൽ വചനത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഞാനീ പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ജൂതന്മാർക്കുണ്ടായ അബദ്ധം നമുക്കുണ്ടാകരുത്. നമുക്ക് പലപ്പോഴും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, ജൂതന്മാരുടെ ഇടയിൽ ഞാൻ ഒത്തിരി ജൂയിഷ് ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ തലമുറയിൽ ഞങ്ങൾ ജൂയിഷ് എന്ന് പറഞ്ഞ ആ ഒരു റിലീജിയസ് സ്പിരിറ്റ് നിൽക്കുന്നവരുണ്ട്. കത്തോലിക്കരുടെ ഇടയിലുണ്ട്, പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ട്. ഞങ്ങൾ പാരമ്പര്യ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്. ആ ഒരു ഈഗോയിസ്റ്റിക് പ്രൈഡുമായിട്ട് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അനുഭവിക്കുന്നതിന് അത് തടസ്സമാണ്. അത്രയേ ഉള്ളൂ. അപ്പം നമുക്കത് ദൈവത്തെ അനുഭവിക്കുന്നതിന് ഈ സംഭവങ്ങളൊന്നും പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരെയോ നമുക്ക് വേണ്ടി ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്ന പൂർവികരെക്കുറിച്ചൊക്കെ അവരെയൊക്കെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ വേണം. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കർത്താവുമായിട്ട്, ആ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കീ എലമെൻ്റ്, കീ ഫാക്ടറാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം. ഹല്ലേലൂയ. അവൻ തന്നെ ശൂന്യനാക്കി. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ തൻ്റെ മഹത്വത്തിലേക്ക്, 2 പത്രോസ് 1:3, തൻ്റെ മഹത്വത്തിലേക്ക്, മൗന്നത്യത്തിലേക്ക് നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ എളിമയോടെ നിൽക്കുക, ഈ എളിമപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലും നിങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വിത്ത് കിടപ്പുണ്ട്, വചനം കിടപ്പുണ്ട്. ഈ വചനം പൊട്ടിമുളയും. ഈ വചനത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഏതെങ്കിലും വ്യക്തികളോ സ്ഥലമോ ദേശങ്ങളോ പരിധികളോ നിങ്ങൾക്ക് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഈ ദൈവവചനത്തിന്, ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളെ അതിനെ പൊട്ടിച്ച് മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സകല അനുഗ്രഹങ്ങളും, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സകലതും ഈ ദൈവശക്തി പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിന് തൊട്ട് മുൻപത്തെ ലേഖനത്തിൽ പത്രോസ്ലീഹ പഠിപ്പിക്കുന്ന 1 പത്രോസ് 1-ാം 23-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ദൈവവചനത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവനാണ് റിയൽ ക്രിസ്ത്യൻ. ദൈവവചനത്തിൽ നിന്ന് അവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതായത് അത് നമ്മൾ പലപ്പോഴും ഈ വീണ്ടും ജനനം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളോർക്ക് ഇതെന്നാ സംഭവം. നമ്മുടെ ഈ ഫ്ലഷിനകത്ത്, ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആത്മാവിലൂടെ യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിക്കുകയാണ്, ഒരു ന്യൂ ക്രിയേഷനായിട്ട്. എന്നാൽ വീണ്ടും ജനന അനുഭവം ലഭിക്കുവാൻ വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇതൊരു ഒരു എന്നാ പറയുന്നത്, ഇത് മതമല്ല, ഇത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവുമായിട്ടുള്ള അഗാധമായൊരു അഭേദ്യമായൊരു ബന്ധം. നിങ്ങളിന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ ആഴത്തിൽ അനുഭവിക്കുവാൻ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചേ: എൻ്റെ യേശുവേ, നീ എന്നെ നിൻ്റെ നീതിയാക്കുന്നതിന് വേണ്ടി എൻ്റെ പാപങ്ങളും എൻ്റെ ശാപങ്ങളും എൻ്റെ ബന്ധനങ്ങളുമെല്ലാം എൻ്റെ കുറവുകളുമെല്ലാം നീ നിന്നിലേക്ക് വലിച്ചേറ്റെടുത്ത് കുരിശിൽ എന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ. ഞാനത് വിശ്വസിക്കുന്നു നാഥ. എനിക്ക് വേണ്ടിയാണ് നിൻ്റെ ക്രൂശിലെ ആ പരിഹാര ബലിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നെ നീതീകരിക്കുന്നതിന് വേണ്ട വില മുഴുവനും ക്രൂശിൽ നീ കൊടുത്തതിനായി നന്ദി. എൻ്റെ ആത്മാവിന് രക്ഷ നീ നൽകിയതിനായി നന്ദി യേശുവേ. ഇന്ന് എൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവ് വന്ന് വസിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിപ്പിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഹയർ സെൽഫുണ്ട്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ ഏത് സമയത്തോ കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തിയാകട്ടെ, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഹയർ സെൽഫുണ്ട്, ഒരു ഹയർ സ്പിരിറ്റ് ഉണ്ട്. സ്വർഗം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പ്ലാനറ്റ് യൂണിവേഴ്സിൻ്റെ അപ്പുറമൊന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ സ്വർഗം ഉണ്ട്, നിങ്ങളുടെ ചുറ്റും ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട്. ആ ഹയർ സെൽഫില്ല, ആ ഹയർ സെൽഫ്, നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുകയാണ്. ആത്മാവിൻ്റെ ലോകത്തിൽ നിങ്ങൾക്കൊരു ഹയർ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തിയിലൂടെ ആ ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ റിക്കണക്റ്റഡായി ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ സ്പിരിറ്റും സോളും ബോഡിയും കംപ്ലീറ്റ്ലി ഈ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ആ പരിപൂർണമായ യൂണിറ്റി യേശു പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചല്ലോ: ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. കർത്താവ്, ആ റെവലേഷൻ ഇന്ന് ഓരോ
ദൈവമക്കൾക്ക് ലഭിക്കുവാനിടയാകട്ടെ. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ അവരുടെ സ്പിരിറ്റ്, ഞങ്ങളുടെ സ്പിരിറ്റും സോളും അങ്ങയുടെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴും അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഭൗതികമായ കണ്ണുകൾക്കും ശരീരത്തിനും തിരിച്ചറിയാവുന്ന രീതിയിൽ ഞങ്ങളുടെ ശരീരങ്ങളിലും അത് സൗഖ്യമായി അത്ഭുതമായി വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പരസ്പരം നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പരസ്പരം അനുഗ്രഹിക്കുന്നു. ബ്ലെസ് യു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യൂസ് ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മൾ കേട്ട വചനം പോലെ 2 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കേട്ടു, ദൈവത്തെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇവിടെ എഴുതപ്പെട്ട എല്ലാ പ്രയർ റിക്വസ്റ്റ് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഊഹിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരിയും 1000 10,000 മടങ്ങ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പല കാര്യത്തിനകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. ഇന്ന് അതിൽ നിന്ന് കണ്ണുകളെടുത്ത് കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് നിറയുമ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളും വിടുതലുകളും അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്കായി വെളിപ്പെടും. ആമേൻ.